ഉള്ളാളത്തു കൂടെ പള്ളി കൂടെ ഞാൻ നടന്നിട്ടാ തീർച്ചയായിട്ടും താജുല്ലുലമ പറഞ്ഞ ക്ലിപ്പാ എന്റെ കയ്യിലിരിക്കുന്നുണ്ട്. ഈ കിതാബ് നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തവരാ നമ്മളെ പോലത്തെ ആൾക്കാർ. അപ്പൊ പിന്നെ അത് കാണാതെ അതിന് കാരണം പറഞ്ഞ എന്താണെന്നറിയോ? മുഹദ്ദീൻ മാലിയിൽ ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹു എഴുതി വെച്ചൊരു ഒരു വരിയുണ്ട്. അതെന്താ? അവർക്കൊരു ഫാത്തിഹ നിത്യവും മോദൂകിൽ അവരെ ദുആയും ബർക്കത്തുമെത്തുമേ. ഔസുല്ലാദമിന്റെ പേരില് നിങ്ങൾ മുടങ്ങാതെ ദിവസം ഒരു ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ അവരുടെ ബറക്കത്തും ദുആയും നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ നാട്ടിലും നിങ്ങളിലും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും. താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അദീദ് പറയാണ്, ഞാൻ ഇത് കേട്ടത് മുതൽ ഇത് അറിഞ്ഞത് മുതൽ മരിക്കുന്നത് വരെ ഒരൊറ്റ ദിവസം പോലും ഖുത്ബുൽ അഖ്താബിനെ ഫാത്തിഹ ഓതാതെ, മുഹദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ ഫാത്തിഹ ഓതാതെ ഞാൻ ഉറങ്ങാറില്ല. എന്താണ് ഉദ്ദേശിച്ചതെങ്കിൽ അതാണ് മുഹദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വല്ലേ തലത്തിലും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടാ ഉത്തരം ചെയ്യും ഞാൻ എന്നവർ. യാ ഗൗസ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, യാ ഗൗസ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്നെ വിളിച്ചാൽ ഒമയ്യൂനാദി സീമി അൽഫം ബി ഖൽവാതിഹി അസിമം ബി ഹിമ്മതിഹി സർമല്ലി അഫ്വാതിഹി അജബ്തുഹു മുസ്രിഅൻ من عجل دعواته فليدعو يا عبد القادر محيي الدين يا محيي الدين يا محيي الدين يا محيي الدين يا عبد القادر جيلاني بعد الصلاة ثنتي عشرة من ركعة 12 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചതിന്റെ ശേഷം ഒറ്റക്കിരുന്നിട്ട് ഒരാള് യാ ഗൗസ് യാ മുഹയ്യിദ്ദീൻ എന്ന് വിളിച്ചിട്ട് അവന്റെ എന്ത് ഹലാലായ മുറാദ് പറഞ്ഞാലും അജബ്തുഹു മുസ്രിയൻ, ക്ഷണനേരം കൊണ്ട് ഞാനത് നിർവഹിച്ചു കൊടുക്കുമെന്ന് ഖുത്ബുൽ അഖ്താബ് ഗൗസുൽ ആലം അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അദീദ്. അല്ലാഹ് മോനെ അങ്ങോട്ട് നോക്ക്. ഖുത്ബുൽ അഖ്താബ്, ഗൗസ്, ഗൗസുൽ ആലം, ഇതൊക്കെ ഇപ്പം എന്താണെന്നാ മനസ്സിലാക്കി നിങ്ങളും ഞാനും? അത് പറയാനുള്ള അർഹത എനിക്കില്ല. കാരണം ഞാൻ വിലായത്തിന്